മുംബൈയിൽ ഓണത്തിരക്കിന് തുടക്കമായി. ഓണച്ചന്തകൾ സജീവമായതോടെ വിപണിയിലും തിരക്കേറി. പച്ചക്കറി മുതൽ പായസക്കൂട്ട് വരെ വില ഉയരുമ്പോഴും ഓണസദ്യയുടെ രുചിയിൽ വിട്ടുവീഴ്ചയ്ക്ക് മലയാളികൾ തയ്യാറല്ല. അതേസമയം നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയാണ് വലിയ വെല്ലുവിളി. മുംബൈയിലെ ഓണവിശേഷങ്ങളിലേക്ക്. മലയാളികൾ ഏറെയുള്ള മേഖലകളിൽ ഓണച്ചന്തകൾ സജീവമായതോടെ വിപണിയിലും ഉണർവ്. ഓണത്തിന്റെ തിരക്ക നാട്ടിനെക്കാട്ടി കൂടുതൽ ആഘോഷങ്ങൾ ഇവിടെയുണ്ട്. വില കൂടുതലാണെന്നേ ഉള്ളൂ, എങ്കിലും സാധനങ്ങൾ പോകുന്നുണ്ട്. പച്ചക്കറി മുതൽ പായസക്കൂട്ട് വരെ വില ഉയർന്നെങ്കിലും ഓണസദ്യയിൽ ഒരു വിഭവം കുറയ്ക്കാൻ മലയാളികൾ തയ്യാറല്ല. ഓണം എത്ര റേറ്റ് ഇപ്പോൾ കൂടി വരികയാണ് എല്ലാ കാര്യത്തിലും, എല്ലാ ഇതിലും. ഇത് മാത്രമല്ല, വെജിറ്റബിൾസിനും കൂടി വരികയാണ്. എന്നാലും ഞങ്ങൾ പ്രോപ്പറായിട്ട് ഓണാഘോഷിക്കും, ഒരു കുറവില്ലാണ്ട്. ഫ്രണ്ട്സ്മാരെ എല്ലാവരും റിലേറ്റീവ്സിനെ വിളിച്ച് ഓണാഘോഷിക്കും. അതേസമയം നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാമെന്ന് കരുതിയവർക്ക് മുന്നിൽ യാത്രാ പ്രതിസന്ധിയും. പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ട്രെയിനിലെ ടിക്കറ്റ് ഒന്നും കിട്ടാറില്ല. പിന്നെ നമ്മളെ മാരില്ല, പിന്നെ പ്ലെയിനിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. ട്രെയിനിനൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും അല്ല. പോകാത്തൊക്കെ ഫ്ലൈറ്റിന് പോകാനും പറ്റത്തില്ല. പിന്നെ ഇവിടെ ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ. പൂക്കളം ഒരുങ്ങുന്നു. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ നിരന്നു കഴിഞ്ഞു. മലയാളികൾ ഏറെയുള്ള മുംബൈയിലെ വിവിധ മേഖലകളിൽ ഓണച്ചന്തകൾ സജീവമാണ്. പഴം ഏകദേശം 130 രൂപ കിലോ ആയിട്ട് നിൽക്കുന്നത്, ചെറിയ പഴം. കേരളത്തിൽ എന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും അത് കർണാടകയിൽ നിന്ന് വരുന്ന പഴമാണ്. കേരളത്തിൽ നിന്നൊന്നും വരുന്നില്ല. കേരളത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു 10 രൂപ എക്സ്ട്രാ ചാർജ് കൂട്ടി വെച്ചിട്ട് ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ. മലയാളി കൂട്ടായ്മയും കേരള സ്റ്റോറുകളും ഓണവിപണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കായനും നാട്ടിൽ നിന്ന് വരണമെന്നില്ല, അവിടെ തന്നെ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് വില കൂടി വരുന്നു. അതന്നെ 110 ഞങ്ങൾ വിൽക്കണത്. ഇനിയിപ്പോൾ ഓണാകുമ്പോഴേക്ക് എന്താ 150 റുപ്യാവുമെന്നും പറയുന്നു. നാട്ടിൽ തന്നെ വില കൂടുതലാന്ന് പറയും. സാധനങ്ങൾക്കൊക്കെ വില കൂടി, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പച്ചക്കറി, അരി, കറി മസാലകൾ, പായസക്കൂട്ടുകൾ, ഓണസദ്യക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. തെറ്റൊന്നുമില്ല, കച്ചവടം നല്ല കച്ചവടം തന്നെയാണ്. ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില കുറച്ച് കൂടുതലാണെങ്കിലും ഓണത്തിന് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട്. കച്ചവടത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. ഓണം ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില, എന്നാലും ആൾക്കാരെല്ലാം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത്തക്കൊക്കെ ഡബിൾ വിലയായിട്ടുണ്ട് ഇപ്പോൾ. ഓണവിഭവങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണെങ്കിലും വിലക്കയറ്റത്തിന്റെ ചൂടും വിപണിയിലുണ്ട്. പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും പിന്നാലെ ഓണസദ്യയിലെ ഓരോ വിഭവത്തിനും ചിലവേറുന്നു. എല്ലാ വർഷം ആഘോഷിക്കുന്നത് പോലെ ഇത്തവണ ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളൊരു ചെറിയ സംഭവം ഉണ്ടാക്കണമെങ്കിലും നല്ല പൈസയാവും. നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പൊ ഇത് മനസ്സിലാക്കി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് ഇളവ് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. എന്നാലും ഓണസദ്യയിൽ കുറവ് വരുത്താൻ മലയാളി തയ്യാറല്ല. സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്, എന്നാലും അത് വാങ്ങി മലയാളികൾ ആഘോഷിക്കാറുണ്ട്. തൂശനിലയിൽ പരമ്പരാഗത വിഭവങ്ങളെല്ലാം ഒരുക്കി സമൃദ്ധമായ ഓണം ആഘോഷിക്കാനാണ് ഇക്കുറിയും തീരുമാനം. ഓണത്തിന് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരുടെ മുന്നിലാണ് മറ്റൊരു പ്രതിസന്ധി. ഓണത്തിന്റെ ഡേറ്റ് അറിഞ്ഞ മുതൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയതാണ്. 2 മാസം മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ നാട്ടിലാണ്. കുടുംബത്തോടു കൂടി ഓണം ആഘോഷിക്കുന്നത് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടൊന്നും നടക്കുന്നില്ല. ഓണം അടുത്തതോടെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിലെ റിസർവേഷൻ സീറ്റുകൾ വേഗത്തിൽ നിറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അർജന്റായിട്ട് നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ 16,000 രൂപയെ എനിക്ക് ടിക്കറ്റിനായത്. പോകാതിരിക്കാൻ പറ്റില്ല, അത്ര അർജന്റായിരുന്നു. ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്ത കാലേ മറന്നുപോയി. ഫ്ലൈറ്റിനാണെങ്കിലും ഭയങ്കര ചാർജ്. അപ്പൊ അഫോർഡബിൾ അല്ലാത്ത കാരണം ട്രെയിൻ നോക്കുമ്പോൾ കിട്ടാനേ ഇല്ല. ട്രെയിൻ യാത്ര സാധ്യമല്ലെങ്കിൽ വിമാനത്തെ ആശ്രയിക്കാം. പക്ഷേ വിമാന ടിക്കറ്റ് നിരക്ക് സാധാരണക്കാരന് താങ്ങാനാകാത്ത ഉയരത്തിൽ. 4 പേരാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് നാട്ടിൽ പോയിട്ട് ഫ്ലൈറ്റിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഓണം ഇവിടെ മുംബൈയിൽ തന്നെ കൂടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നിരന്തര പരാതികൾക്കൊടുവിൽ ആശ്വാസമായി ഓണം സ്പെഷ്യൽ ട്രെയിൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 23-ന് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലേക്കുള്ള സ്ഥിരം ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് അവസാന നിമിഷം സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചത്. നാട്ടിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ നിരാശയുണ്ടെങ്കിലും ഓണാഘോഷത്തിന് മുംബൈയിൽ കുറവൊന്നും ഉണ്ടാകില്ല. ഓണപ്പൂക്കളം, ഓണപ്പാട്ട്, തിരുവാതിര, വിവിധ കലാപരിപാടികൾ, പിന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യ. മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അടുത്ത 3 മാസത്തേക്ക് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ഓണാഘോഷങ്ങളുടെ തിരക്കായിരിക്കും. വിലക്കയറ്റവും യാത്രാ പ്രതിസന്ധിയും മുന്നിലുണ്ടെങ്കിലും ഓണത്തിന്റെ ആവശ്യത്തിന് ഒട്ടും കുറവില്ല. നാടണയാൻ കഴിയാത്തവർക്ക് മുംബൈയിൽ തന്നെ ഒത്തുചേരുമ്പോൾ മുംബൈയുടെ തെരുവുകളിലും മലയാളി കൂട്ടായ്മകളിലും ഇനി നിറയുന്നത് ഓണത്തിന്റെ ആഘോഷ നിറങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue. രുചിയുടെ രാജകീയ ലോകം. Royal Rosol. Seagull International, empowering dreams, building futures, connecting India to the world. Our travel partner, advatravelsonline.com.